തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഗാസയിലേക്കാണ് ആദ്യം പോകുന്നത്. ഗാസയിൽ 2 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും ട്രംപിന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നുമുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണ ഒപ്പിടുന്നത് കാണാൻ ട്രംപ് നേരിട്ടെത്തുമെന്നും വിവരമുണ്ട്. MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് നമ്മളെ തേടി എത്തുന്നത്, അല്ലേ? ഇപ്പോൾ ഉടനടി ഈ ഗാസ പദ്ധതി പ്രാവർത്തികമാക്കാൻ, അത് 1ാം ഘട്ടം നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ബന്ധിമോചനമായിരിക്കുമോ ആദ്യഘട്ടമായി നടപ്പാക്കുക? അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗാസയിൽ സമാധാനം ഒരു ഇടവേളയ്ക്ക് ശേഷം പുലരുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത്തരത്തിലുള്ള ശുഭസൂചനകൾ നൽകുന്ന വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഉടൻ തന്നെ അവിടെ സമാധാനം പുലരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ സോഷ്യൽ ട്രൂത്തിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇരു നേതാക്കളും, അതായത് ഹമാസും ഇസ്രയേലും ഈ ബന്ദിക്കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നടക്കമുള്ള ചില സുപ്രധാന വിവരങ്ങൾ കൂടി ട്രംപ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ പ്രധാനമായും കെയ്റോയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ, ആദ്യഘട്ട ചർച്ചയിൽ ഈ ബന്ദിക്കൈമാറ്റം ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു നടന്നിരുന്നത്. അതാണ് ഇപ്പോൾ ധാരണയിലെത്തിയതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചയോടുകൂടി ഒരുപക്ഷെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ രീതിയിൽ ഉള്ള ബന്ദിക്കൈമാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരണയിൽ ഒപ്പിടുന്നത് കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടെത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒപ്പുവെച്ചുകൊണ്ട് മറ്റ് ഘട്ടങ്ങളിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് 2ാം ഘട്ട ചർച്ചകളിലേക്കൊക്കെ നീങ്ങാനായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനും ഒക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ സംഘം കെയ്റോയിലേക്ക് തിരിക്കുകയും ചെയ്യും. ഈ നേതാക്കളുമായി ഒരു വട്ട ചർച്ച കൂടി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് എവിടെ വെച്ച് നടത്തും, ബന്ദിക്കൈമാറ്റങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത്, എവിടെ വെച്ച് കൈമാറണം, എത്രത്തോളം ആളുകളെ കൈമാറുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ പക്കലുള്ള എല്ലാ ബന്ദികളെയും വിട്ടു നൽകാമെന്നുള്ള കാര്യം ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് ഈ ഒരു സൈന്യം നടപടികൾ പിൻവലിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. പക്ഷേ ഗാസയിലുടനീളം വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ഹമാസ് ഈ വാദങ്ങൾ നടത്തുന്നത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ല ഇത് അംഗീകരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ അത് ട്രംപിനെ ചൊടിപ്പിച്ചതായും ഒക്കെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ശുഭസൂചന എന്ന രീതിയിൽ ഗാസയിൽ സമാധാനം പുലരുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ബന്ദിക്കൈമാറ്റം നടക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി അതായത് ഈ വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ബന്ദി കൈമാറ്റം നടക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് ഒരു ഭാഗത്ത് നിന്ന് ഈ ഇസ്രായേൽ സൈന്യം പതിയെ ഗാസയിൽ നിന്ന് പിന്മാറുക എന്നതാണോ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം? ഈ 2 നിർദ്ദേശങ്ങളും നടപ്പായതിനു ശേഷമായിരിക്കുമോ ഈ പുനരധിവാസം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക? കഴിഞ്ഞ ദിവസം ഹമാസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ 20 ദിന പദ്ധതിക്ക് പുറമെ, ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിക്ക് പുറമെ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത്. അതായത് പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം. ഒരു തരത്തിലും ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഒരു ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ 60 ദിവസത്തേക്കൊക്കെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാൻ തങ്ങൾക്ക് ഇനി സാധ്യമല്ല. പൂർണ്ണമായും ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നടക്കമുള്ള ഉപാധികളായിരുന്നു മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന്, ഗാസയിൽ ഇത്തരത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ഒരു അതോറിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ട്രംപ്
തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നിയോഗിച്ചിരുന്നു. സ്വതന്ത്ര പലസ്തീൻ കമ്മിറ്റി ഇത്തരത്തിൽ ഗാസയിൽ ഉടൻ തന്നെ ആളുകളെ തിരിച്ചെത്തിക്കുന്നതിനും ഒപ്പം തന്നെ അവിടെ ഒരു ഭരണം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ ഉപാധികളായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇതൊക്കെ സ്വാഭാവികമായും പരിഗണിക്കാവുന്നതാണ് എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സ്റ്റീവ് വിറ്റ്കോഫ് ഇത് സംബന്ധിച്ച് ഒരു അനുകൂല നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു അനുകൂല പരാമർശമൊക്കെ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഹമാസും ഇതിൽ പൂർണ്ണമായി യോജിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ ഈ കരാറുമായി ഏർപ്പെടുത്തിയിരിക്കുന്നു, അതിൽ ഒരു ഒപ്പുവെക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഈ ഞായറാഴ്ചക്ക് മുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ധാരണയിലേക്ക് ഇസ്രായേലും ഹമാസും ഒപ്പുവെക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷേ ഈ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിന്റെ പക്കൽ 48ഓളം ഇസ്രായേലിന്റെ ബന്ദികളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 20ഓളം പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ ഉൾപ്പെടെ, അതായത് മരിച്ചവരെ ഉൾപ്പെടെ കൈമാറണമെന്നുള്ളതാണ് ഈ ധാരണയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇസ്രായേലിന്റെ പക്കലും പലസ്തീനിലെ നിരവധി ആളുകൾ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഉടൻ മോചിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. അതായത് മുഴുവൻ ആളുകളെയും ഇതേ സമയം ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കണമെന്നുള്ളതാണ് ഈ ആദ്യഘട്ട ചർച്ചയിൽ. തന്നെ ഈ ബന്ദി കൈമാറ്റം ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മിഥുൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഒരു നിശ്ചിത ദിവസത്തേക്ക് വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് പകരം പൂർണ്ണമായും ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക, ധാരണയിലേക്ക് എത്തുക എന്നുള്ള ആവശ്യം ഈ ചർച്ചയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്, ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം. ആ ഒരു ആവശ്യവും അപ്പോൾ സ്വാഭാവികമായും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ടാകും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആര്യ, സ്വാഭാവികമായും അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തത്. രണ്ടാം ഘട്ടത്തിലാണ് ഈ വിഷയങ്ങൾ വരിക എന്നുള്ളതാണ്. രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഹമാസ് ഉന്നയിച്ച ഉപാധികൾ, ഒപ്പം തന്നെ ഈ 20 ദിന പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഹമാസിന്റെ നിരായുധീകരണം. അതിന് ഹമാസ് തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ ഹമാസും അതിനോട് യോജിച്ചതിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിരായുധീകരണത്തിലേക്ക് ഹമാസ് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് വന്നിട്ടുള്ളത്. 2 വർഷത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഗാസയിൽ സമാധാനം പുലരുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിൽ ഈ ചർച്ച നടക്കുമ്പോൾ അതിലെ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്, അതായത് ഒരു നിശ്ചിത ദിവസത്തേക്ക് പല സമയത്തും നേരത്തെ ചർച്ചകളിലൂടെ ഈ വെടിനിർത്തൽ കരാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാളിപ്പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നിശ്ചിത ദിവസത്തേക്ക് കരാറിൽ ഏർപ്പെടുന്നതിന് പകരം സമ്പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് എത്തണം എന്നുള്ളതാണ്. അത്